ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ഈശോയോട് കൂടെ എന്ന ശുശ്രൂഷ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ ദൈവകരുണയുടെ വാതിൽ തുറന്നു വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യുദ്ധങ്ങളെക്കുറിച്ചും അവയുടെ കിംവദന്തികളും നമ്മൾ കേൾക്കും. പ്രത്യേകിച്ച് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം, ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. ഈ കാലഘട്ടങ്ങൾ നമ്മൾ കടന്നു പോകുന്നത് വലിയ ഈറ്റുനോവിലൂടെയാണ്. ദൈവജനവും ഓരോ രാജ്യങ്ങളും കടന്നു പോകുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ 25 ദിവസം ദൈവകരുണയുടെ തിരുനാളിനായിട്ട് ഒരുങ്ങുകയാണ്. ശുശ്രൂഷയുടെ പേര് ദൈവകരുണ. ദൈവം നമ്മുടെ മനുഷ്യൻ്റെ മേൽ ചൊരിയുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കരുണ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകമായി 25 ദിവസം, മാർച്ച് 17 മുതൽ ഏപ്രിൽ 11 വരെ 25 ദിവസങ്ങളിൽ നമ്മൾ ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം: നിങ്ങളുടെ അടിയിൽ കാണുന്ന ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഈ അയച്ചു തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുക. എല്ലാ ദിവസവും നമ്മൾ പ്രത്യേകമായിട്ട് ദൈവകരുണയുടെ ഡയറിയിൽ ഫൗസ്റ്റീനയിലൂടെ ഈശോ പഠിപ്പിച്ച കരുണയുടെ വാതായനങ്ങളെക്കുറിച്ച് ചിന്തിക്കും. തുടർന്ന് വൈദികരുടെ വചന സന്ദേശവും, തുടർന്ന് ദൈവകരുണയുടെ പ്രാർത്ഥനകളും, അതുപോലെ ദൈവകരുണയുടെ ജപമാലയും ചൊല്ലി ഈ ഒരു കൂട്ടായ്മ ലോകം മുഴുവനിലും വേദനിക്കുന്നവർക്ക് വേണ്ടി, ഒറ്റപ്പെടുന്നവർക്ക് വേണ്ടി, നിരാശപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ദുഃഖവെള്ളിയാഴ്ച മുതൽ 9 ദിവസത്തെ നൊവേന ചൊല്ലി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ 11-ാം തീയതി രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ പ്രത്യേകിച്ച് 13 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് വിശുദ്ധ ബലിയോടുകൂടി ജെറുസലേം വചന കൂടാരത്തിൽ ഈ ദൈവ കരുണയുടെ തിരുനാൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. ഛായാചിത്രം വണങ്ങിക്കൊണ്ടുള്ള ജപമാല പ്രദക്ഷിണവും, അതുപോലെ തന്നെ അന്നേ ദിവസം വരുന്ന എല്ലാവർക്കും ദൈവകരുണയുടെ മനോഹരമായ ഛായാചിത്രം എല്ലാവർക്കും നൽകുന്നതാണ്. അതുകൊണ്ട് ഈ സുവർണ അവസരം, ദൈവത്തിൻ്റെ കരുണ നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ ഈ സുവർണ അവസരം നമ്മൾ മാക്സിമം ഉപയോഗിക്കണം. അതിനുള്ള ഒരു അവസരം കൂടിയാണ് ടു ബി വിത്ത് ജീസസ് എന്ന മിനിസ്ട്രി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഈ ക്ഷാമങ്ങളുടെയും പട്ടിണികളുടെയും യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ കരുണ നിങ്ങളുടെ മേൽ, ഓരോരുത്തരുടെ മേൽ ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഈ 25 ദിനരാത്രങ്ങൾ നമുക്ക് ഈ നോമ്പിൻ്റെയും പരിഹാരത്തിൻ്റെ രാത്രികളിൽ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നു ചേർന്ന് കൂട്ടായ്മയോടെ ഈശോയുടെ കരുണയ്ക്കായി അപേക്ഷിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ഈശോയിൽ നമുക്ക് ആശ്രയം കണ്ടെത്താം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.